ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുട്ടീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിനു വേണ്ടി പച്ചരി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു അളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് ഇന്നലെ രാത്രിയെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഈ പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചരി മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനൊരു 2 ചെറിയ നേന്ത്രപ്പഴം ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേന്ത്രപ്പഴവും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി പഴവും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു കപ്പ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് കുറഞ്ഞു പോകരുത്. ചോറ് കുറഞ്ഞു പോയാൽ നമ്മുടെ ഈ അപ്പം ഹാർഡായിട്ട് വരും. അപ്പോൾ ഇത് സോഫ്റ്റ് ആവില്ല ചോറ് കുറഞ്ഞു പോയാൽ. അപ്പോൾ ചോറ് കുറഞ്ഞു പോകാതെ നമ്മൾ സൂക്ഷിക്കണം. ചോറ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു മുട്ട കൂടി എടുക്കുന്നുണ്ട്. ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം ഇതിലേക്ക് വളരെ കുറച്ച് അളവിൽ നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കൂടി പോകാൻ പാടില്ല ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്ക, ഞാനിവിടെ ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു സ്പൂണ് അളവിൽ 3 വലിയ സ്പൂണ് ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര നിങ്ങൾക്കനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം കൂടി പോകാൻ പാടില്ല. നമ്മൾ ഇതിൻ്റെ ഈ ഒരു ലെവലിൽ നമ്മൾ വെള്ളം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി ഇത് നന്നായി അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇതേപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ബാറ്റർ നമുക്ക് ഇതേപോലെയാണ് കിട്ടേണ്ടത്. അധികം ടൈറ്റും ലൂസും ആയിപ്പോവരുത്. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. വിനീഗർ ഒഴിച്ച് ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇത് നന്നായി നമുക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചേർക്കുന്നത്. ഇനി ഇതുകൂടി ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു പാന് വെച്ച് കൊടുക്കാം. പാന് വെച്ചതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് നമ്മുടെ ഈ മാവ് ചേർത്ത് കൊടുക്കാം. ഈ മാവ് ചേർത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. ഇത് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഒന്ന് ഇതേപോലെ റെഡിയായി വരുമ്പം, ഇത് നന്നായി വെന്ത് പോകരുത്, ഇതേപോലെ ഒന്ന് റെഡിയായി വരുമ്പം നമുക്ക് ഇതിലേക്ക് കാഷ്യൂനട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായി വെന്ത് പോവാതെ ശ്രദ്ധിക്കണം. നന്നായി വെന്ത് പോയാൽ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കാഷ്യൂനട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കാഷ്യൂനട്ട് ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 30 മിനിറ്റോളം ഇത് വെന്ത് വരാൻ ടൈം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ സൂപ്പറായിട്ടുള്ള ഈവനിങ് സ്നാക്കാണിത്. ഇനി നമ്മൾ ഇതിലെ ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.